അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നമ്മൾ 5ാം ക്ലാസ്സിലെ മജ്‌ലിസ് സിലബസ് 8ാമത്തെ പാഠാണ് ഫിഖ്ഹിൻ്റെ ഇന്ന് നമ്മൾ എടുക്കാൻ പോണത്. അപ്പോൾ ഫിഖ്ഹിൽ നമ്മൾ നമസ്കരിക്കേണ്ടത് എങ്ങനെയെന്നും നമസ്കാരത്തിൻ്റെ പ്രാർത്ഥനകളും അതിൻ്റെ മീനിങ്ങും ഒക്കെ പഠിച്ചു. ഇനി നമസ്കാരത്തിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അല്ലാഹു തആല മുസ്ലിങ്ങൾക്ക് നിർബന്ധമാക്കിയ ഫർള് നമസ്കാരങ്ങളിൽ വീഴ്ച വരുത്തുന്നത് ഗുരുതരമായ തെറ്റാണ്. ആരെങ്കിലും നമസ്കാരത്തെ നിഷേധിച്ചുകൊണ്ട് അത് ഉപേക്ഷിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താകും. എന്നാൽ നമസ്കാരം നിർബന്ധമാണെന്ന ബോധം മനസ്സിലുണ്ടായിരിക്കെ പെട്ടെന്ന് വന്ന ജോലി തിരക്കോ അശ്രദ്ധയോ കാരണമായി ആരെങ്കിലും അത് ഉപേക്ഷിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതല്ലെങ്കിലും അത്തരക്കാരെ ധിക്കാരികളുടെ കൂട്ടത്തിലാണ് അള്ളാഹു കണക്കാക്കുക. അവർ പ്രസ്തുത നമസ്കാരം ഖളാ വീട്ടുകയും അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുകയും ചെയ്യണം. മനഃപൂർവ്വം നമസ്കാരം ഉപേക്ഷിച്ചാൽ കാഫിറാകുമെന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പോൾ നമസ്കാരത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് ഈ വരികളിൽ നിന്ന് മനസ്സിലാക്കാം. വെറുതെ നമ്മൾ ടി വി കണ്ടിരിക്കെ മൊബൈലിൽ നോക്കിയിരിക്കെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യാതെ കറക്റ്റ് നമസ്കാരത്തിൻ്റെ സമയമായെന്ന് പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ നമ്മൾ പോയി നമസ്കരിക്കണം. കാരണം അള്ളാഹുവിനോടുള്ള നന്ദിയും കടപ്പാടുമാണ് നമ്മൾ ആദ്യം നിറവേറ്റേണ്ടത്. അപ്പോൾ നമസ്കാരത്തിന് നിർണയിക്കപ്പെട്ട സമയത്ത് നമസ്കരിക്കാൻ മറന്നുപോയവർ ഓർമ്മ വരുന്ന സമയത്തും, ഇനി വല്ല ബോധക്കേടൊക്കെ ഉണ്ടായി ബോധം കെട്ടുപോയവർ ബോധം വന്ന ശേഷവും നമസ്കരിക്കണം. മനഃപൂർവ്വ നമസ്കാരം ഉപേക്ഷിക്കുകയോ നിശ്ചിത സമയത്ത് നിർവഹിക്കാതിരിക്കുകയോ ചെയ്യുന്നത് മഹാപാപമാണ്. നിത്യരോഗികൾക്ക് പോലും സമയം വൈകി നമസ്കരിക്കാൻ ഇസ്ലാമിൽ അനുവാദമില്ല. നിൽക്കാൻ കഴിയാത്തവർ ഇരുന്നും, ഇനി നമസ്കരിക്കുമ്പോൾ നിൽക്കാൻ വയ്യ, അങ്ങനെയുള്ള ആളുകൾക്ക് ഇരുന്ന് നമസ്കരിക്കാനും ഇരിക്കാനും കഴിയാത്ത ആളുകൾക്ക് കിടന്ന് നമസ്കരിക്കാനും ഇളവുകൾ ഉണ്ട്. യുദ്ധം ചെയ്യുന്ന സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും നമസ്കാരം സമയത്ത് തന്നെ നിർവഹിച്ചിട്ടുണ്ട്. നമസ്കാരം നമ്മൾ നടത്തുമ്പോൾ, ഫർളായ നമസ്കാരം നടത്തുമ്പോൾ അതിൽ നമസ്കാരത്തിലെ ഫർള് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ മറന്നു പോയാൽ ഉടനെ തന്നെ ആ നിസ്കാരത്തിൻ്റെ ഉള്ളിൽ വെച്ചാൽ അയ്യോ ഞാൻ റുക്കോഴ് ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ സുജൂദ് ചെയ്തില്ലല്ലോ, ഫാത്തിഹ ഓതിയില്ലല്ലോ എന്നൊക്കെ പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? അത് തിരിച്ച് നമ്മൾ നിസ്കരിക്കേണ്ടതാണ്, തിരിച്ച് നമ്മൾ ചെയ്യേണ്ടതാണ്. ഇനി ഉടനെ തന്നെ ഓർമ്മ വന്നില്ലെങ്കിൽ ആ റക്അത്ത് നഷ്ടപ്പെട്ടതായി കണക്കാക്കിയിട്ട് മറ്റൊരു റക്അത്ത് കൂടി നമ്മൾ അധികം നമസ്കരിക്കുകയും വേണം. എന്നിട്ടോ സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് ആ മറന്നു പോയതിന് ഒരു 2 സുജൂദ് ചെയ്യണം. ആ സുജൂദിൻ്റെ പേരാണ് സുജൂദു സഹവ് അഥവാ മറവിയുടെ സുജൂദ്, അങ്ങനെയാണ് അതിന് പറയുക. അപ്പം നിർബന്ധമില്ലാത്ത ഇനി നിസ്കാരത്തിൽ ഒരു കാര്യം മറന്നു പോയാൽ അത് വീണ്ടും നിർവഹിക്കേണ്ടതില്ല. എന്നാൽ പ്രബലമായ സുന്നത്തുകൾ വിട്ടുപോയാൽ പകരം മറവിയുടെ സുജൂദ് ചെയ്യേണ്ടതാണ്. ആദ്യത്തെ അത്തഹിയ്യാത്ത് പ്രബലമായ സുന്നത്തിന് ഉദാഹരണമാണ്. അപ്പം ആദ്യത്തെ അത്തഹിയ്യാത്ത് ചെയ്യാതെ നമ്മൾ നേരെ കൂടെ എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടുന്ന് നിസ്കാരത്തിൻ്റെ അവസാനം നമ്മൾ അത് ചെയ്യുകയും എന്നിട്ട് സഹവിൻ്റെ സുജൂദ് ചെയ്യുകയും വേണം. അപ്പോൾ സഹവിൻ്റെ സുജൂദിൽ സാധാരണ സുജൂദുകളിൽ ചൊല്ലി വരുന്ന തസ്ബീഹ് തന്നെയാണ് ചൊല്ലേണ്ടത്. എന്താണ് ആ തസ്ബീഹ്? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ.
അപ്പൊ ജമാഅത്ത് നമസ്കാരം ആകുമ്പോൾ മഅ്മൂമിന്റെ മറവിക്ക് സഹവിന്റെ സുജൂദ് വേണ്ട. എന്നാൽ ഇമാമിന് മറവി പറ്റുകയും മഅ്മൂമിന് ഓർമ്മ വരികയും ചെയ്താലോ, ഇമാം മറന്നു പോയാൽ പിന്നീടുള്ളവർ ആ പിന്നിൽ നിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? ഓർമ്മിപ്പിക്കണം. എങ്ങനെ ഓർമ്മിപ്പിക്കുക? സംസാരിക്കാൻ പാടില്ല. ഏയ് ഉസ്താദെ നിങ്ങൾ ഇത് ഓത് എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ നമുക്ക് കഴിയില്ല. അപ്പോ അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഗതി പഠിപ്പിച്ചു തന്നത്. പിന്നിലുള്ളവർ സുബ്ഹാനല്ലാഹ് എന്ന് ഒന്ന് മെല്ലെ കുറച്ചൊരു തരി ഉറക്കെ ഒന്ന് പറഞ്ഞാൽ ഇമാമിന് സംഗതി പിടുത്തം കിട്ടും. ഞാൻ തെറ്റിപ്പോയിട്ടാണല്ലോ അവര് സുബ്ഹാനല്ലാഹ് പറഞ്ഞതെന്ന് പിടുത്തം കിട്ടും. ഈ സ്ത്രീകൾ മാത്രമാണ് ഉള്ളൂ ഇമാമിന്റെ പിന്നിൽ എങ്കിലോ എന്താ ചെയ്യണ്ടേ? ഈ സ്ത്രീകള് മെല്ലെ കൈ ഒന്ന് ഇങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് കൊട്ടുക. അല്ലാതെ അവിടെ നിന്നിട്ട് ഇങ്ങനെ കുറെ കൈ കൊട്ടി ഒപ്പന കളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒറ്റ പ്രാവശ്യം ഒന്ന് കൊട്ടിയിട്ട് ആ കൈ ഒന്നിങ്ങനെ കൊട്ടിയിട്ട് എന്ത് ശബ്ദം ഇമാമിനെ കേൾപ്പിച്ച് കാര്യം ഉണർത്തേണ്ടതാണ്. മറവിയുടെ സുജൂദ് ഇമാം ചെയ്യുമ്പോൾ പിന്നിലുള്ളവരും ഇമാമിനെ പിന്തുടരണം. ഇതാണ് സുജൂദ് സഹുവിന്റെ കാര്യങ്ങൾ. ഇനി നമസ്കാരത്തിൽ കുറേ ഇളവുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇളവ് എന്ന് പറയുന്നത് അൽ ജംഉ വൽ ഖസ്റാണ്. ജംഉം ഖസ്റും. എന്താണ് ജംഉം ഖസ്റും? അള്ളാഹു നമുക്ക് നിർദ്ദേശിച്ച ആരാധനകളൊക്കെ പ്രയാസമില്ലാത്ത രീതിയിലാണ് സംവിധാനിച്ചിട്ടുള്ളത്. യാത്ര പോകുന്നവർക്കും രോഗികൾക്കും ആരാധനകളിൽ പ്രത്യേകം ഇളവ് അനുവദിച്ചിട്ടുണ്ട്. രോഗികൾക്ക് നിത്യജീവിതത്തിലെ പല കാര്യങ്ങളും വേണ്ട പോലെ ചെയ്യാൻ പ്രയാസമുണ്ടാകും. പല ആവശ്യങ്ങൾക്കായി ദീർഘയാത്ര ചെയ്യുന്ന ആളുകളുടെ കാര്യവും അതുപോലെ തന്നെയാണ്. 80 കിലോമീറ്റർ എങ്കിലും ദൂരെ യാത്ര ചെയ്യുന്നവർക്ക് മാത്രമാണ് നമസ്കാരത്തിൽ ഇളവ് ലഭിക്കുക. അപ്പോ നമ്മുടെ ഒരു തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയാൽ അവിടെ പോയിട്ട് ഇളവ് നമസ്കാരം കുഴപ്പമില്ലാന്ന് പറഞ്ഞ് രണ്ടും ളുഹർ അസ്റൊക്കെ നിസ്കരിക്കാൻ പാടില്ല. ചുരുങ്ങിയത് 80 കിലോമീറ്റർ എങ്കിലും അകലത്തിൽ പോകുന്നവർക്കാണ് ഇത് അനുവാദമുള്ളൂ, ഇത് അനുവദിച്ചിട്ടുള്ളൂ. അപ്പൊ ഇത്തരം ഇളവുകൾ അള്ളാഹു നമുക്ക് നൽകിയ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇളവുകളൊക്കെ നമ്മൾ സ്വീകരിക്കുന്നതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. അല്ലാതെ നമ്മൾ കുറേ യാത്ര ചെയ്ത് അവിടെ ചെന്നിട്ട് വീണ്ടും 8 റക്അത്ത് നമസ്കരിക്കേണ്ട കാര്യമില്ല. പടച്ചോൻ നമ്മളോട് അത് ചുരുക്കി നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണതാണ് അള്ളാഹുവിന് ഇഷ്ടം. ഏതൊക്കെ നമസ്കാരമാണ് ഇങ്ങനെ ചുരുക്കിയും അധികരിപ്പിച്ച് നിസ്കരിക്കേണ്ടത്? അസറും ളുഹറും അല്ലെങ്കിൽ ഇഷാഉം മഗ്രിബും. അവയിൽ ഒരു നമസ്കാരത്തിന്റെ സമയത്ത് നിർവഹിക്കുന്നതിന് ജംഅ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ളുഹർ നമസ്കരിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെടാനായിട്ട് ഇറങ്ങാൻ പോകുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ളുഹറിന്റെ സമയത്ത് അസറും കൂടിയിട്ട് നമസ്കരിക്കാം. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നമസ്കരിക്കാൻ കഴിഞ്ഞില്ല, അപ്പം നമ്മൾ യാത്രയിലാണെങ്കിൽ അസറിന്റെ കൂടെ ളുഹറും നമസ്കരിക്കുക. അത് രണ്ടുമായിട്ട് നമസ്കരിക്കുക, നാലുമായിട്ട് നമസ്കരിക്കുക. രണ്ടുമായിട്ട് നമസ്കരിക്കുന്നതിനെ ചുരുക്കി നമസ്കരിക്കുക അഥവാ ഖസ്ർ എന്ന് പറയുന്നു. ഇനി വിത്ർ നമസ്കാരം ഒഴികെയുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ യാത്രക്കാർ നിർവഹിക്കേണ്ടതില്ല. വിത്ർ നമസ്കാരം കഴിയുമെങ്കിൽ ചെയ്യാനാണ് ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇനി ഈ ജംഉം ഖസ്റും ചെയ്യാൻ പാടില്ലാത്ത ഒരു നമസ്കാരമുണ്ട്. അതേതാ? 5 നേരത്തെ നമസ്കാരത്തിൽ 4 നേരത്തെ നമസ്കാരത്തിന്റെ കാര്യമാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. അപ്പോ ഈ 5 നേരത്തെ നമസ്കാരത്തിൽ സുബ്ഹി നമസ്കാരത്തിന് ജംഉം ഖസ്റും ചെയ്യാൻ പാടില്ല. ഇതൊന്നും പറ്റാത്ത ഒരു നമസ്കാരമാണ് സുബ്ഹി നമസ്കാരം. 2 റക്അത്താണുള്ളൂ. അതിൻ്റെ ടൈമാണെങ്കിൽ വേറെ ആണ്. അപ്പം അത് ഇന്നതിലേക്ക് ചേർത്ത് നിസ്കരിക്കുക അല്ലെങ്കിൽ പിന്തിച്ച് നിസ്കരിക്കുക, ഇത് പറ്റില്ല. ഇനി മഗ്രിബ് നമസ്കാരത്തിന് ഖസ്ർ ആക്കാൻ പറ്റാത്ത നമസ്കാരമാണ്. ജമ്മാക്കാൻ പറ്റും. അതായത് ഇഷാനോട് ചേർത്ത് നമസ്കരിക്കാൻ പറ്റും. പക്ഷേ 3 റക്അത്ത് എന്നുള്ളത് ചുരുക്കി നിസ്കരിക്കാൻ പറ്റില്ല. ആ നിസ്കാരമാണ് മഗ്രിബ് നിസ്കാരം. ഓക്കെ. അപ്പൊ സുബ്ഹ് നമസ്കാരം ജമ്മും ഖസ്റും ആക്കാൻ കഴിയില്ല. മഗ്രിബ് നമസ്കാരം എന്താക്കാൻ കഴിയില്ല? അത് ഖസ്ർ ചുരുക്കി നമസ്കരിക്കാൻ കഴിയില്ല. അപ്പൊ ജമ്മും ഖസ്റും ഒക്കെ മനസ്സിലായില്ലേ? ഇനി യുദ്ധവേളയിലെ നമസ്കാരം. യുദ്ധം പോലുള്ള സംഗതികൾ നടക്കുമ്പോൾ
നമസ്കാരത്തിന്റെ ആ രീതിയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഇസ്ലാമിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അനുവദിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമസ്കാരത്തെക്കാൾ വളരെ ലളിതമായിട്ടാണ് യുദ്ധത്തിന്റെ സമയത്തുള്ള നിസ്കാരം. കാരണം യുദ്ധം നടക്കുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് നിസ്കരിക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ഓരോ സന്ദർഭങ്ങൾക്കനുസരിച്ച് ഓരോരുത്തർക്കും അവരുടെ സൗകര്യം അനുസരിച്ച് സാധ്യമായ രീതിയിൽ നമസ്കരിക്കാൻ അനുവാദമുണ്ട്. അപ്പോൾ ഇത്തരം നമസ്കാരത്തിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. നിസ്കാരം കറക്റ്റ് നിസ്കരിക്കാനൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ അതൊന്നും തിരിച്ച് നമസ്കരിക്കേണ്ടതില്ല. അങ്ങനെ വലിയ പ്രശ്നമില്ലാത്ത രീതിയിലാണ്. ഇനി നമുക്ക് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒരു സുജൂദ് തിലാവ എന്ന് പറയുന്ന ഒരു സുജൂദുണ്ട്. അതെന്താണെന്ന് നോക്കാം. വിശുദ്ധ ഖുർആൻ ഓതേണ്ടത് അതിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും അതിനോട് പ്രതികരിച്ചുകൊണ്ടുമാണ്. വിശുദ്ധ ഖുർആനിൽ സ്വർഗം ചോദ്യത്തിന്റെ സ്ഥലം എത്തും, നരകത്തിന്റെ സ്ഥലം എത്തും, സൽക്കർമ്മങ്ങളുടെ സ്ഥലം എത്തും. അപ്പൊ ഇതൊക്കെ എത്തുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഖുർആന്റെ മീനിങ് പഠിക്കണം. വെറുതെ നിസ്കരിച്ച് പോകുമ്പോൾ നിസ്കാരത്തിന്റെ പ്രാർത്ഥനകളുടെ അർത്ഥം അറിയില്ല, ഖുർആൻ ഓതുമ്പോൾ അതിന്റെ അർത്ഥം അറിയില്ല. അപ്പൊ ഇതൊക്കെ പഠിക്കാനുള്ള അവസരങ്ങളിൽ നമ്മൾ പഠിക്കുക തന്നെ ചെയ്യണം. എന്നാലാണ് അതിന്റെ ആ ഒരു പൂർണ്ണമായ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവിടെ ഖുർആൻ ഓതുമ്പോൾ മനസ്സിലാക്കി ഓതണം. സ്വർഗത്തെ പറ്റി പറയുമ്പോൾ പടച്ചോനെ സ്വർഗം ഞങ്ങൾക്ക് തരണേ, നരകത്തെ പറ്റി പറയുമ്പോൾ പടച്ചോനെ ഞങ്ങൾ അതിൽ നിന്ന് കാക്കണേ. അപ്പൊ ഇത് അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അറിവ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ഈ ഖുർആനിൽ സുജൂദിനെ സംബന്ധിച്ച് പറയുന്ന ചില ഖുർആൻ വാക്യങ്ങൾ പാരായണം ചെയ്യുമ്പോഴും കേൾക്കുമ്പോഴും തക്ബീർ ചൊല്ലിക്കൊണ്ട് നമ്മൾ സുജൂദ് ചെയ്യുന്നത് സുന്നത്താണ്. അപ്പൊ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ സുജൂദിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വേഗം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് സുജൂദിലേക്ക് പോകണം. ഈ സുജൂദിനെയാണ് സുജൂദ് തിലാവ എന്ന് പറയുന്നത്. അപ്പൊ നമസ്കരിക്കുന്ന സമയത്തും നമുക്ക് എന്ത് ചെയ്യണം? അങ്ങനത്തെ സുജൂദ് ഒഴിവാക്കാൻ കഴിയില്ല. ആ സമയത്ത് നമ്മൾ സുജൂദ് ചെയ്യണം. ഇനി ഈ സുജൂദ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ നിർബന്ധമാണ്? വുളു ഉണ്ടായിരിക്കുക എന്നതും ഖിബിലയ്ക്ക് അഭിമുഖമായിരിക്കുക എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ നമസ്കാരത്തിലെ സുജൂദിൽ പാലിക്കുന്ന പല കാര്യങ്ങളും സുജൂദ് തിലാവത്തിലും പാലിക്കണം. എന്നാൽ സുജൂദിന് ശേഷം സലാം വീട്ടേണ്ടതില്ല. നമ്മൾ ആ സുജൂദിന്റെ പറ്റി ഖുർആനിൽ പറയുമ്പോഴാണ് സുജൂദ് ചെയ്യേണ്ടത്. അപ്പൊ ആ സുജൂദ് മാത്രമാണ് അള്ളാഹുവിന് കൊടുക്കുന്ന ഒരു നന്ദിയാണ് അത്. അതിനുശേഷം സലാനൊന്നും വീട്ടേണ്ടതില്ല. അപ്പൊ നമസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും സുജൂദ് തിലാവ സുന്നത്താണ്. സജദയുടെ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ മാത്രമല്ല കേൾക്കുമ്പോഴും സുജൂദ് ചെയ്യുന്നത് സുന്നത്താണ്. ഇനി നമ്മുടെ വീട്ടിലിരുന്ന് ഉമ്മമാരോ ആരെങ്കിലും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സജദയുടെ വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് കേട്ടാൽ സുജൂദ് ചെയ്യണം. ഓക്കെ. ഇനി ഖുർആൻ പാരായണത്തിന്റെ സുജൂദ് ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന: സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അപാരമായ കഴിവുകൊണ്ട് അതിനെ സൃഷ്ടിച്ചവനും സുന്ദരമാക്കി രൂപപ്പെടുത്തിയവനും കണ്ണും കാതും പ്രദാനം ചെയ്തവനുമായ നാഥന്റെ മുമ്പിൽ എൻ്റെ മുഖം കുനിഞ്ഞിരിക്കുന്നു. ഉത്തമ സൃഷ്ടികർത്താവായ അള്ളാഹു ഗുണസമ്പൂർണനത്രേ. ഇതാണ് അതിൻ്റെ മീനിങ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നന്ദിയുടെ സുജൂദാണ്. സുജൂദ് ശുക്ർ, നന്ദിയുടെ സുജൂദ്. നന്ദി എന്ന് പറഞ്ഞാൽ എന്താ? നന്ദിയില്ലാത്ത ഹൃദയം എന്ന് പറഞ്ഞാൽ അത് വറ്റി വരണ്ട ഉണങ്ങിയ ഒരു ഹൃദയമായിരിക്കും. മനുഷ്യന്മാർക്ക് നന്ദി വേണം അല്ലേ? അള്ളാഹിനോട് നന്ദി വേണം, മാതാപിതാക്കളോട് നന്ദി വേണം, സഹോദരങ്ങളോട് നന്ദി വേണം, അധ്യാപകരോട് നന്ദി വേണം, അയൽക്കാരോട് നന്ദി വേണം. നന്ദിയില്ലെങ്കിലോ ഒരു
ഗുണമില്ലാത്ത ഒരാളായിട്ട് മാറും. അപ്പോൾ അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അത് എണ്ണി കണക്കാക്കാൻ കഴിയില്ല. എന്തൊക്കെയാ തന്നേക്കണം നമുക്ക്? മാതാപിതാക്കളും വീടും നല്ല സൗകര്യങ്ങളും. നമ്മളെക്കാൾ താഴത്തെ ആളുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് പടച്ചോൻ തന്ന അനുഗ്രഹങ്ങളുടെ വലിപ്പം എത്രയെന്ന്. അപ്പൊ അള്ളാഹിനോട് എത്ര നന്ദി പറഞ്ഞാലും അധികമാവില്ല. നാം ഏറെ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം നടന്നു എന്ന് വെച്ചോ. നമുക്കിപ്പോൾ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു, അത് നടന്നു. നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി. ആദ്യം നന്ദി പറയുന്നത് പടച്ചവനോടാണ്. അൽഹംദുലില്ലാ എന്ന് പറയണം. പിന്നെയോ അത് പോരാണ്ട് നമുക്ക് തൃപ്തി ആവണില്ല. അപ്പൊ എന്താ ചെയ്യാ? നമുക്കൊന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് സുജൂദിലേക്ക് പോകാം. കണ്ടില്ലേ, പന്ത് കളിക്കുമ്പോൾ മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് പന്ത് കളിക്കുമ്പോൾ ആളുകൾ ഒരു ഗോൾ അടിച്ചാൽ അവരപ്പ ഗ്രൗണ്ടിൽ സുജൂദിൽ വീണയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങളെ? അപ്പോൾ അള്ളാഹുവിനോടുള്ള നന്ദി എന്ന് പറഞ്ഞാൽ അത് എത്ര ചെയ്താലും മതി വരാത്തതാണ്. അനുഗ്രഹങ്ങൾ ലഭിക്കുകയോ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയോ ചെയ്താലും, ദുരന്തങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കാൻ ഇടവന്ന് അതിൽ നിന്ന് രക്ഷപ്പെട്ടാലും അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതിനായി സുജൂദ് ചെയ്യുന്നത് സുന്നത്താണ്. ഇതിന് ഒരു അവസരത്തിൽ ഒരു സുജൂദ് ചെയ്താൽ മതി. ഈ സുജൂദിന് ശേഷം സലാം വീട്ടേണ്ടതില്ല. നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് സുജൂദിലേക്ക് പോവാം. അള്ളാഹുവിനോട് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയുക. പടച്ചോനല്ലേ തന്നത് അല്ലേ? ആ എല്ലാരോടും കൽബുൻ ഷാക്കിർ അല്ലേ, നന്ദിയുള്ള ഹൃദയം ഉണ്ടാവാന്ന് പറഞ്ഞാൽ നല്ല കുട്ടികളുടെ ലക്ഷണ. എല്ലാത്തിനും താങ്ക്സ് പറയാ. ഒരാളൊരു മിഠായി എന്ന് താങ്ക് യു. ടീച്ചർ ഇപ്പൊ 50ൽ 50 മാർക്ക് തന്നു, ടീച്ചർക്ക് ഒരു താങ്ക് യു, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. ഉപ്പ ഒരു സമ്മാനം കൊണ്ടുവന്ന് വീട്ടിൽ വൈകുന്നേരം, ഒന്നും വേണ്ട, ഒരു സ്നാക്സ് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവന്നു. എൻ്റെ മക്കള് എല്ലാവരും ഉണ്ടാവില്ല, അവർക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവന്നു. അപ്പൊ അത് കഴിക്കുമ്പോൾ അല്ലാഹുവിനോട് നന്ദിയും പറയാ, ഉപ്പാക്ക് ഒരു താങ്ക് യു പറയാ, ഒരു ജസാക്കല്ലയും പറയാ. എത്ര സന്തോഷം ഉണ്ടാവും ഉപ്പച്ചിയുടെ മനസ്സിൽ. അതുപോലെ ഉമ്മ എന്തെല്ലാം ജോലി ചെയ്യണ്. ആരെങ്കിലും ഉമ്മാനോട് നന്ദി പറയാറുണ്ടോ? ഉമ്മച്ചീനോടും താങ്ക് യു പറയണം അല്ലെ? എല്ലാതും നമുക്ക് ചെയ്തു തരുന്നത് ഉമ്മമാരാണ്. അപ്പോ അതേപോലെ തന്നെ വല്ല അപകടം വരാതെ ഒഴിഞ്ഞു മാറിപ്പോയാലും നമ്മൾ അള്ളാഹുവിനോട് നന്ദി പറയണം. അൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അതാഹു അംറൻ യസുറു ബിഹി ഖറ സാജിദൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, സന്തോഷകരമായ ഒരു കാര്യമുണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ സുജൂദിൽ വീഴുമായിരുന്നു. അപ്പൊ നോക്ക്, നല്ല കാര്യങ്ങൾ, മനസ്സിന് സന്തോഷം കുളിർമ ഉണ്ടാവണം എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ മുത്തുനബിക്ക് കിട്ടിക്കഴിഞ്ഞാല് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? സുജൂദിലേക്ക് വീഴും. നോക്കിയൊന്ന് ആലോചിച്ച് നോക്കി മക്കളെ, എത്രേ ഇഷ്ടം അള്ളാഹ്ക്ക് നബീനോട്. നബിക്കും തിരിച്ച് അള്ളാഹിനോട് പറഞ്ഞാൽ തീരാത്തത്ര ഇഷ്ടമുണ്ട്. അപ്പൊ ആ ഇഷ്ടം കാണിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ വീഴുമായിരുന്നു. ഏറ്റവും അടുത്ത കൂട്ടുകാരനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് അത് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് നല്ല നന്ദിയുള്ള ഹൃദയമുള്ള മനുഷ്യനെ കുറിച്ച് പഠിച്ചില്ലേ? നന്ദിയുടെ സുജൂദ് പഠിച്ചു, സുജൂദ് തിലാവ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് പഠിച്ചു, യുദ്ധവേളയിലെ നമസ്കാരം പഠിച്ചു. പിന്നെ നമസ്കാരത്തിൽ പഠിച്ചോ നമുക്ക് നൽകിയ ഇളവും ഒക്കെ നമ്മൾ പഠിച്ചു. അതേപോലെ നമസ്കാരത്തിൽ മറവി സംഭവിച്ചാൽ, അങ്ങനെ മൊത്തത്തിൽ നമസ്കാരത്തിന്റെ പ്രാധാന്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് കേൾക്കുക, ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ഒക്കെ കൊടുക്കുക. കുറേ ആളുകളിലേക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തട്ടെ. അപ്പൊ നിങ്ങൾക്കും അതിൻ്റെ ഒരു പുണ്യം അല്ലാഹു തആലയുടെ അടുക്കൽ നിന്ന് പ്രതീക്ഷിക്കുക. നമ്മൾ എപ്പോഴും നന്മ ചെയ്യുന്ന ആളുകളായിരിക്കണം, നന്മയിൽ
മുന്നേറാൻ വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കുക. അള്ളാഹു എല്ലാ പരിശ്രമങ്ങളും റബ്ബ് സ്വീകരിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ഓക്കെ. ഇനി നമുക്ക് അടുത്ത പാഠമായിട്ട് കാണാം കേട്ടോ. എല്ലാവരും എഴുതിയെടുക്കുക, പഠിക്കുക. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.